നിങ്ങളതിന് ഏത് പേരും വിളിച്ചു. അപ്പം നേരെ പഞ്ചായത്ത് മെമ്പറെയും കൂട്ടി 234 നമ്പർ 11 വാർഡിലെ വീട് തള്ളി തുറന്ന് അകത്തോട്ട് ചെന്നിട്ട് ഈ രഘുവിന്റെ അപ്പനായ രാഘവന്റെ കൊങ്ങായിക്ക് ഞെക്കി പിടിച്ചിട്ട് പറഞ്ഞു, നീ നിന്റെ അപ്പനും ഒക്കെ എന്റെ അപ്പന്റെ കാലത്ത് എന്റെ വീട്ടിൽ വേലയ്ക്ക് നിന്നതാ, എന്റെ കൊച്ചിന്റെ കഴുത്ത് താലി കെട്ടിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ലടാന്ന് പറഞ്ഞു. ശ്വാസം അല്പം വിട്ടുകഴിഞ്ഞപ്പോ അപ്പൻ മകനെ വിളിച്ചു, വാടാ രഘു. രഘു വന്ന് ചോദിച്ചു, എന്നാ അച്ഛ പ്രോബ്ലം? ഇംഗ്ലീഷ് മീഡിയമാ, ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുള്ളൂ. അച്ഛൻ പറഞ്ഞു, പ്രോബ്ലം ഒന്നുമില്ല, കഴിഞ്ഞ ആഴ്ച കെട്ടി താലി അങ്ങ് അഴിച്ചേക്കണമെന്ന്. അഴിക്കാതെ നീ പടി ചവിട്ട് വരും നിന്റെ അപ്പനാ നിന്നോട് പറയുന്നതെന്ന് പറഞ്ഞു. മുതലാളിയുടെ മുമ്പ് നിന്നാ പറഞ്ഞേ. ഇവൻ പറഞ്ഞു, അടിച്ചാലും ഞാൻ ചവിട്ട് വരും, നിങ്ങൾ എന്നെ കേറ്റുകൊള്ളുന്നു. ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം ആ താലി അടിച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. പറഞ്ഞത് 9 വയസ്സുകാരനാണ്. അച്ഛൻ ചോദിച്ചു, എവിടെ നിന്നാണോ നിനക്ക് താലി കിട്ടിയേ? അടുക്കളയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് വന്ന അമ്മ സരസ്വതി 2 കൈയിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പറഞ്ഞു, അച്ഛാ പറയാൻ റെഡിയായിട്ട് 15 ദിവസമായിട്ട് എന്റെ താലി കാണാനില്ലായിരുന്നു. തപ്പിക്കുണ്ടോന്ന് അമ്മമാരെ വളരെ സ്നേഹത്തോടെ ഞാൻ പറയുന്നു, ഒരു 15 ദിവസത്തിൽ ഒരിക്കൽ നിങ്ങൾ തപ്പിയിരിക്കണം. കൂടെയാ കിടക്കുന്ന 14-ാം പൊക്കം നിങ്ങൾ തപ്പണം. ഇത് കാലം പഴങ്ങിയോ നിങ്ങൾ? മല്ലപ്പള്ളി അങ്ങനെ പ്രോബ്ലം ഇല്ല അല്ലേ? സോറി, ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയെ കുറിച്ച് സംസാരിക്കുക. അപ്പൊ കുടുംബം എന്നാൽ ഇത് വളരുന്ന ദൈവത്തിന്റെ സംവിധാനമാണ്, വളർത്തേണ്ട ദൈവിക സംവിധാനമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വെക്കുന്നത്, നമ്മുടെ കുടുംബം ഹൃദയത്തിന്റെ തുറവിയുള്ള ഒരു തലമായിട്ട് മാറണം. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കേ, ആ ദിവ്യകാരുണ്യത്തിന്റെ ഒരു തുറവി എത്ര വലുതാ! പരിശുദ്ധ ത്രിത്വം ഈ ഭൂമിയിലേക്ക് വളർന്നു. അതാണ് കാലിത്തൊഴുത്ത്. ആ കാലിത്തൊഴുത്ത് വളർന്നു. അതാണ് വിശുദ്ധ കുർബാന. ആ ദിവ്യകാരുണ്യം വളർന്നു. അതാണ് കാൽവരി. ആ കാൽവരി വളർന്നു. അതാണ് സ്വർഗം. എന്റെ കുടുംബ ജീവിതത്തിൽ ഈ ഒരു വളർച്ച എത്രമാത്രം സാധ്യമാവുന്നുണ്ടെന്ന് ചിന്തിക്കണം. കൊച്ചു കഥ പറയാം. ചിന്തിക്കാനുള്ളതാണ്, ചിരിക്കാനുള്ളതല്ല. ശ്രദ്ധിച്ചു കേട്ടാൽ മനസ്സിലാവും. കോപ്പി അടിച്ച കഥയാണ്. ഐജിമാരും ഒരു കോപ്പി അടിക്കുന്ന കാലമല്ലേ. ഒരു ദിവസം രാവിലെ ഒരു പരമദരിദ്രനായ ഒരു കുട്ടി ആ നാട്ടിലെ വളരെ ധനവാനായ ഒരു മനുഷ്യന്റെ വീട്ടിൽ കയറി ചെന്നു. ഈ കൊച്ചു കയറി ചെന്നപ്പോ കാണുന്നത് ഈ മനുഷ്യൻ വളരെ വിലപിടിപ്പുള്ള ഒരു കാറ് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടി ചോദിച്ചു, അങ്കിൾ ഈ കാർ എവിടുന്ന? ആ മനുഷ്യൻ പറഞ്ഞു, മോനെ ഇത് എനിക്ക് ഒരു സുഹൃത്ത് തന്നതാണ്. ഇത് കേട്ടപ്പോ ആ കൊച്ച് 2-3 പ്രാവശ്യം ഇങ്ങനെ ആത്മഗതം ചെയ്തു, ഈശോയെ എനിക്കും ഇങ്ങനെ ഒരു ഡാഷ് എന്തോ ആ കൊച്ചു പറഞ്ഞു. പിന്നെ പൂരിപ്പിക്കാം. ഈ കുഞ്ഞിന്റെ മറുപടി കേട്ടപ്പോ ഈ മനുഷ്യൻ ആ കൊച്ചിനെ തന്റെ വിലപിടിപ്പുള്ള കാലിൽ എടുത്തു വെച്ചു. ആ കൊച്ചു പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലൂടെ എല്ലാം പോയി. പോയ വഴിക്ക് സർക്കസ് കൂടാരം കണ്ടപ്പോൾ ഒരു സർക്കസ് കാണണമെന്ന് ആഗ്രഹം, ഒരു തിയേറ്റർ കണ്ടപ്പോൾ സിനിമ കാണണമെന്ന് ആഗ്രഹം, ഒരു ഹോട്ടൽ കണ്ടപ്പോൾ ഭക്ഷണം മേടിച്ചു കൊടുത്തു, ഒരു ടെക്സ്റ്റൈൽസ് കണ്ടപ്പോൾ ധാരാളം ഡ്രസ്സ് മേടിച്ചു കൊടുത്തു. വൈകുന്നേരം ഈ കൊച്ചിനെ ചേരിയിൽ അമ്മ താമസിക്കുന്ന ചെറ്റക്കുടിലേക്ക് ഇറക്കി വിടുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ അവന്റെ പോക്കറ്റിൽ കുറെ പൈസ ഇട്ട് കൊടുത്ത് അടുത്തുള്ള ഒരു പഴക്കടയിൽ നിന്ന് കുറെ പഴങ്ങളും അമ്മയ്ക്ക് കൊടുക്കാൻ മേടിച്ചു കൊടുത്ത് 2 കവളിൽ ഓരോ ഉമ്മ കൊടുത്ത് ഈ ധനവാൻ ഈ കൊച്ചിനെ ഇറക്കി വിട്ടു. എനിക്കെന്ന് മനസ്സിലായി, ഒരു ദിവസം കൊണ്ട് ഈ ധനവാൻ ഈ കൊച്ചിനെ ആരാക്കി? ധനവാനാക്കി. ഈ മനുഷ്യൻ ഈ കൊച്ചിനോട് ഇങ്ങനെ ചെയ്യാൻ കാരണം ആ കൊച്ചു പറഞ്ഞ ഒരു മറുപടിയാണ്, എനിക്കും ഇങ്ങനെ ഒരു പൂരിപ്പിച്ചു, എനിക്കും ഇങ്ങനെ ഒരു
എനിക്കും ഇങ്ങനെ ഒരു കാര്യം സാധിക്കണമെന്നൊരാഗ്രഹം. അങ്ങനെ ഒരു കാറിൽ സഞ്ചരിക്കണം, അല്ലെ എനിക്കും ഇങ്ങനെ കാർ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെ എനിക്കും ഇങ്ങനെ ഒരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ, വീണ്ടും എനിക്കും ഇങ്ങനെ ഒരു അപ്പനുണ്ടായിരുന്നെങ്കിൽ. മല്ലപ്പള്ളിക്കാരുടെ മുഖത്ത് നോക്കി ഞാൻ മുഖലക്ഷണം പറയട്ടെ. നിങ്ങളാണ് ഈ മനുഷ്യനെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു കൊച്ച് ഈ ഒരു മറുപടി പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒരു 10 രൂപ കൊടുക്കും. ശരിയല്ലേ? നിങ്ങൾ പറഞ്ഞ എല്ലാ ആൻസറും തെറ്റി. ഈ കുഞ്ഞ് പറഞ്ഞ ആൻസർ ഇതാണ്: എനിക്കും ഇങ്ങനെ ഒരു സുഹൃത്താകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. എന്ത് വ്യത്യാസം! നിങ്ങൾ പറഞ്ഞത് എനിക്കിതുപോലെ കിട്ടണം. ഈ കൊച്ചു പറഞ്ഞത് എനിക്കിതുപോലെ അതിന്റെ അർത്ഥം എനിക്കിതുപോലെ സുഹൃത്തായ എന്നാ ഫലം? എനിക്കിതുപോലെ കൊടുക്കാനായനെ, എനിക്കിതുപോലൊരു സുഹൃത്താകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. വിശുദ്ധ കുർബാന ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരേ ഒരു സത്യം കൊടുത്തു തീർക്കലിന്റെ സന്ദേശമാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ എന്ത് കിട്ടുന്നു, എങ്ങനെ കിട്ടുന്നു, എവിടെ കിട്ടുന്നു എന്ന് ചിന്തിക്കുന്നു. കുടുംബമെടുത്തോ സ്നേഹമുള്ളവരെ, നിന്റെ ദാമ്പത്തിക ജീവിതത്തിൽ ജീവിത പങ്കാളിയിൽ നിന്ന് എന്ത് കിട്ടുന്നു, എന്ത് കിട്ടി എന്ന് ചിന്തിച്ചാൽ അത് ബന്ധത്തിന്റെ തകർച്ചയുടെ ആദ്യ സ്റ്റെപ്പാണ്. ഇന്ന് മാതാപിതാക്കൾ മക്കളിൽ എന്ത് കിട്ടുന്നു എന്ന് ചിന്തിക്കുന്നവരാണ്. ഇടവകയിൽ ഒരു വികാരിച്ചൻ 3 വർഷം ശുശ്രൂഷ ചെയ്താൽ ആ വികാരിച്ചൻ എന്ത് കിട്ടിയെന്ന് ചിന്തിക്കുന്നവരാണ് ഇടവക ജനം. വികാരിച്ചൻ ചിന്തിക്കുന്നുണ്ടാവാം. സഭയിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് ചിന്തിക്കുന്ന വിശ്വാസികളുടെ എണ്ണം ഒന്ന് കൂടുന്നു. നമ്മുടെ കുടുംബത്തിൽ ഒരു പുതിയ സംസ്കാരം രൂപം കൊള്ളേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അത് എന്ത് കിട്ടി എന്നല്ല, എന്ത് കൊടുത്തു എന്ന് ചിന്തിക്കുകയാണ്. അല്ലയോ ഭർത്താവെ, ഭാര്യയെ 10, 12, 15, 30 വർഷം ഒന്നിച്ച് ജീവിച്ചിട്ട് ആ ജീവിതത്തിന്റെ ഫലമായി നിനക്ക് എന്തു കൊടുക്കാനായി എന്ന് ചിന്തിച്ചേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കാനായി എന്ന് ചിന്തിച്ചേ. നമ്മുടെ മാതാപിതാക്കൾക്ക് എന്ത് കൊടുക്കാനായി എന്ന് ചിന്തിച്ചേ. മാതാപിതാക്കളിൽ എന്ത് കിട്ടി എന്ന് ചിന്തിക്കുന്നിടത്തൊക്കെ ഈ ബന്ധത്തിന്റെ തകർച്ച ആരംഭിക്കും. കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളുടെ നാട്ടിലൊരു അപ്പൻ ധാരാളം സമ്പത്തുണ്ട്. മക്കളെല്ലാം കൂടെ ചെന്ന് പറഞ്ഞ്, അപ്പ വീതം തരാവോ? ഒന്നും തന്നില്ലല്ലോ, ഒന്നും കിട്ടിയില്ലല്ലോ. അപ്പം പറഞ്ഞു, എല്ലാം കാലശേഷമാണെന്ന്. ഇവര് പ്രാർത്ഥിച്ച് ഈ മനുഷ്യൻ മരിച്ചു. അപ്പം മരിച്ചു കഴിഞ്ഞപ്പോ മക്കളെല്ലാം കൂടെ ചെന്ന് അപ്പന്റെ വീഞ്ഞപ്പെട്ടി അടിച്ചു പൊട്ടിച്ച് നോക്കിയപ്പോ അതിന്റെ ഏറ്റവും മണ്ടയിൽ 500 രൂപ വിൽപ്പത്രത്തിൽ അപ്പൻ എല്ലാം എഴുതി വെച്ചേക്കുക. ഗൾഫിൽ നിന്ന് വന്ന ഇളയ മകൻ വിൽപ്പത്രം എടുത്ത് ചങ്കിനോട് ചേർത്ത് പിടിച്ച് മനസാപ്രകടനം ചെല്ലാൻ തുടങ്ങി. എന്റെ ദൈവമേ, ഏറ്റവും നല്ലവനും, കാരണം ഇത്രയും നന്നായിട്ട് ചെയ്തു വെച്ച എന്റെ അപ്പനെതിരെയാണല്ലോ അപ്പൻ തട്ടിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചെന്നൊരു വേദന. നടുക്കത്തെ മകൻ പറഞ്ഞു, വിൽപ്പത്രം വായിച്ചിട്ട് മനസാപ്രകടനം പൂർത്തിയാക്കിയാൽ മതി. അപ്പൊ ഏറ്റവും മൂത്തവൻ ആ വിൽപ്പത്രം കയ്യിലോട്ട് മേടിച്ച് വായിച്ചപ്പോ അപ്പൻ 500 രൂപ പത്രത്തിൽ എഴുതി വെച്ചേക്കുക, മക്കളെല്ലാം ചത്തു കഴിയുമ്പോൾ അവരുടെ കാശ് എനിക്കാം. നമ്മുടെ കുടുംബങ്ങളുടെ കൊടുക്കലിന്റെ ശൈലി, നമ്മുടെ ഇടവകയുടെ കൊടുക്കലിന്റെ ശൈലി, നമ്മുടെ ബന്ധങ്ങൾ ഒരു കൊടുക്കലിന്റെ ശൈലി. ഫിലിപ്പിയർ ലേഖനത്തിൽ പൗലോസ്ലീഹ എത്രയോ സുന്ദരമായിട്ട് പറഞ്ഞു, ദൈവത്തോടൊത്ത് നിൽക്കേണ്ടത് കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപം ധരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട മിശിഹ തന്നതാ. വിശുദ്ധ കുർബാന തന്നതല്ലേ? അവൻ മുറിച്ച് തന്നതല്ലേ? സ്വർഗം നമുക്ക് വേണ്ടി തന്നതല്ലേ? കുർബാന ഉണ്ട് ഇത് കഴിഞ്ഞ്
ആ കുർബാന സ്വീകരണത്തിന് സമയത്ത് നിങ്ങൾ എന്ന് നാക്ക് നീട്ടുമ്പോൾ 1 രൂപ വട്ടമുള്ള ഒരു കുർബാനയായിട്ട് അവൻ നിന്റെ നാവിലോട്ട് എഴുന്നള്ളി വരുമ്പോൾ ആ നാക്ക് ആ മോണയിലോട്ട് അങ്ങ് ചേർത്ത് പിടിക്കും. ഉമിനീര് ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന ഉമിനീര് കൊണ്ട് ആ കുർബാനയെ അങ്ങ് അലിഞ്ഞ് നിന്റെ തൊണ്ടയക്കോടെ ആ കുർബാന നിന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറുമ്പോൾ നീ ചിന്തിച്ചിട്ടുണ്ടോ ഇത് എത്രയോ വലിയൊരു തരുന്ന സുവിശേഷമാണ്, എത്രയോ നമുക്ക് വേണ്ടി ശൂന്യവൽക്കരിക്കപ്പെടുന്ന ഒരു സത്യവും യാഥാർത്ഥ്യമാണെന്ന്. അപ്പൊ സ്നേഹമുള്ളവരെ, നമ്മൾ ചിന്തിക്കുക, തുറവിയുള്ള മനുഷ്യനാവുക. ഒന്ന്, ദൈവത്തോട് തുറവിയുള്ള മനുഷ്യൻ ഒരുമിക്കുന്ന സ്ഥലമാണ് കുടുംബം. ദൈവം എനിക്ക് ആരെയൊക്കെ തന്നിട്ടുണ്ടോ അവരിലേക്ക് തുറവിയുള്ള മനുഷ്യൻ വസിക്കുന്ന സ്ഥലമാണ് കുടുംബം. ഈ ദൈവിക പദ്ധതി എന്തിനോടെല്ലാം തുറവി കാണിക്കാൻ വേണ്ടി ദൈവം അനുവദിച്ചതാണോ അതിനോടെല്ലാം തുറവി കാണിക്കാനുള്ള ആ പദ്ധതിയോടുള്ള സഹകരണമാണ് കുടുംബം. 2 കരങ്ങളും വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് തമ്പുരാനെ ഒന്ന് നോക്കിക്കേ. കർത്താവേ, തുറവിയുള്ള ഒരു മനുഷ്യനാക്കി എന്നെ മാറ്റണമേ. എൻ്റെ കുടുംബത്തിൽ ഹൃദയ തുറവിയോടെ വ്യാപരിക്കാൻ, ലോകത്തോട് തുറവിയുള്ളവരാകാൻ, സഭയോട് തുറവിയുള്ളവരാകാൻ, കാലഘട്ടത്തോട് തുറവിയുള്ളവരാകാൻ, കുടുംബത്തോട് തുറവിയുള്ളവരാവാൻ, കുടുംബ സംവിധാനങ്ങളോട് തുറവിയുള്ളവരാവാൻ, ജീവിത പങ്കാളിയോടും മക്കളോടും മാതാപിതാക്കളോടും തുറവിയുള്ളവരാവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണേ എന്ന് ആഗ്രഹിച്ച് 2 കരങ്ങളും ഉയർത്തി ശക്തമായി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പോരനെ അല്പമോട് സ്വരം അങ്ങ് ഉയരട്ടെ, അഭിഷേകത്തോട് സ്വരം ഉയരട്ടെ, ശക്തിയോട് സ്വരം ഉയരട്ടെ. സ്വരമുയർത്തി പ്രാർത്ഥിച്ചേ, അഭിഷേകത്തോട് സ്വരമുയർത്തി സ്തുതിച്ചേ, ശക്തിയോട് സ്വരമുയർത്തി സ്തുതിച്ചേ. കർത്താവേ, അടഞ്ഞ കാഴ്ചപ്പാടുകൾ നീ അകറ്റണമേ, അടഞ്ഞ മനോഭാവങ്ങൾ നീ അകറ്റണമേ, തുറവിയുള്ള മനുഷ്യരാക്കി ഞങ്ങളെ മാറ്റണമേ, സഭയോട് തുറവിയുള്ളവരാക്കി മാറ്റണമേ, ദൈവത്തോട് തുറവിയുള്ളവരാക്കി മാറ്റണേ, കുടുംബത്തോട് തുറവിയുള്ളവരാക്കി മാറ്റണമേ, കാലഘട്ടത്തോട് തുറവിയുള്ളവരാക്കി മാറ്റണമേ. ദിവ്യകാരുണ്യത്തിന് തുറവിയുടെ ശൈലി അതെന്റെ ജീവിതത്തിലേക്ക് തരണേ എന്ന് ആഗ്രഹിച്ച് സ്തുതിച്ചേ സ്തുതിച്ചേ സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഒരു തുറവിയുള്ള മനുഷ്യനെ കാണാം. സക്കേവൂസ്. ആരാ സക്കേവൂസ്? ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനും. അങ്ങനെ സുവിശേഷം പറയണേ. ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനുമായ സക്കേവൂസ് യേശുവിനെ കാണാൻ ആഗ്രഹം തോന്നി. എന്ത് ചെയ്തു? മരത്തിന് മണ്ട കയറാൻ പോയത് എങ്ങനെയാ? സൈക്കിളിൽ, കാറിൽ, ഓടി. നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ കാശുകാരനെ മനസ്സിലൊന്ന് ഓർത്തേ. ആ മനുഷ്യൻ എന്തെങ്കിലും ഓടുന്നു കണ്ടിട്ടുണ്ടോ? റോഡിൽ കൂടെ രാവിലെ ഓടും നെയ്യുരുകാൻ, അല്ലേ? അല്ലാതെ ഓടുന്നു കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ചുങ്കക്കാരി പ്രധാനിയും ധനികനുമായ മനുഷ്യൻ ഓടി എന്നാൽ നമുക്കെന്ത് മനസ്സിലാക്കണം? ഇവൻ ഓടാതിരിക്കാനാവാത്ത എന്തോ ഒരു സംഭവം അതിന് പിന്നീട് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ മുമ്പേ സങ്കല്പിച്ച ആ മനുഷ്യൻ എന്തെങ്കിലും മരത്തെ കയറുന്ന കണ്ടിട്ടുണ്ടോ? ആ മുതലാളി ചേട്ടൻ, നിങ്ങൾ പിണങ്ങിയിരിക്കുന്നേ, എനിക്കറിയാം ഇതൊന്നും അല്ല, നിങ്ങൾ പ്രതീക്ഷിക്കുക അല്ല, ടോക്കിൽ നിന്ന് കണ്ടിട്ടില്ല. പക്ഷെ ഈ മനുഷ്യൻ മരത്തെ കയറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കണം, ഇവനൊട്ടും പരിചയമില്ലാത്ത പണിയാണ് ഈ മരത്തെ കയറുക. പിന്നിൽ എന്തോ ഒരു ഫോഴ്സ്, അല്ലാതെ നിവൃത്തിയില്ല. അല്ല വേറെ എന്തെല്ലാം പണി സഖ്യോസ് നോക്കിയാനെ? ക്വാറന്റൈൻ ഇട്ട് കയറി നിൽക്കാൻ നോക്കൂലേ?
ഈ മരത്തിന്റെ മണ്ടയിൽ കയറിയിരുന്ന സഖ്യവോസിനോട് കർത്താവ് പറഞ്ഞു, സഖ്യവോസേ, നീ വേഗം ഇറങ്ങി വാ, ഇന്ന് എനിക്ക് നിന്റെ ഡാഷിൽ താമസിക്കണം. പിടിപ്പിച്ചേ. ഹൃദയത്തിലോ ഭവനത്തിലോ വീട്ടിൽ? സഖ്യവോസ്, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കണം. ലൂക്കാ 19:5. ഈശോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരാൻ നേരത്ത് സഖ്യവോസിനോട് പറഞ്ഞു, സഖ്യവോസേ, ഇന്ന് നിന്റെ വീട്, അങ്ങനെയാണോ പറഞ്ഞേ? അല്ല, ഇന്ന് ഈ ഭവനം. വീടെന്തായി? ഭവനമായി. ഞാൻ ക്ലാസ്സിലെ 2ാം സെക്ഷനിലേക്ക് പ്രവേശിക്കുകയാണ്. തുറവിയുള്ള വീട്, തുറവിയുള്ള മനുഷ്യർ, തുറവിയുള്ള ബന്ധങ്ങൾ, അതിലൂടെ സംഭവിക്കുന്ന കാര്യം നമ്മുടെ വീട് ഒരു കുടുംബമാവും. നമ്മുടെ വീട്ടിൽ നേരിടുന്ന ഏത് പ്രതിസന്ധിക്കും ഒരു പരിഹാരം വീട് കുടുംബമാകുക എന്നാണ്. ഒരു വീട് വീടാകണമെങ്കിൽ 3 കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന്, വീടിന് നല്ല ഒരു അടിത്തറ വേണം. അല്ലെ, ഈ സെന്റർ പോലെ നിങ്ങൾ പറഞ്ഞിട്ട് സ്ട്രോങ് അടിത്തറയുണ്ട്. ഈ അടിത്തറയിന്മേൽ സുന്ദരമായ ഭിത്തി. സാമ്പത്തിക ബാധ്യത വരാതിരിക്കാൻ ഈ പച്ചനച്ചൻ ഭിത്തി കെട്ടാതെ ഗ്രില്ലിട്ടെ. എന്തായാലും ഒരു സ്ട്രക്ചർ വേണം. ഇത് മാത്രം പോരാ, ഇവിടെ ഇരുന്ന് ഇതൊക്കെ കേൾക്കാനും പഠിക്കാനും ഒക്കെ പറ്റണേൽ ഇതിന് മണ്ടയിൽ എന്നാ വേണം? ഫാനല്ല, റൂഫ് വേണം. ഒരു വീട് വീടാകാൻ അടിത്തറയും ചുവരും മേൽക്കൂരയും വേണം. ഒരു വീട് കുടുംബമാവാൻ 3 കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന്, വീടിന് അതിശക്തമായ ഒരു അടിത്തറ ആവശ്യമാണ്. ഭവനത്തിന് അതിശക്തമായ ഒരു അടിത്തറ വേണം. അടിത്തറ കെട്ടിയിട്ടാൽ വാസയോഗ്യമല്ല. അതിന് സുന്ദരമായ ഭിത്തികൾ, സാമ്പത്തിക ശേഷി അനുസരിച്ച്, ആർക്കിടെക്റ്റിന്റെ കലാഭാവന അനുസരിച്ച് ഇതിന് ഭിത്തികൾ വേണം. ഇത് രണ്ടും പോരാ, ഇതിനു വേണ്ട സുന്ദരമായ ഒരു മേൽക്കൂര വേണം. ഭവനത്തിനുണ്ടായിരിക്കേണ്ട അടിത്തറ അതാണ് വിശ്വാസം. വിശ്വാസമാകുന്ന അടിത്തറയും സ്നേഹത്തിന്റെ ഭാഷയാകുന്ന ഭിത്തിയും വിശുദ്ധിയുടെ മഹത്വമാകുന്ന മേൽക്കൂരയും ചേരുമ്പോഴാണ് ഒരു വീട് ഭവനമായിട്ട് മാറുക. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, കരമൊന്ന് വീശിക്കൊണ്ട് ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. കൈകാത്തിട. ഈ 3 കാര്യങ്ങൾ പറഞ്ഞാൽ ടോക്ക് തീരും. ഒന്ന്, വിശ്വാസം. നമ്മൾ ശരിക്കും എല്ലാ ബുധനാഴ്ചയും ഇവിടെ ഈ വചനം കേൾക്കാൻ, കുമ്പസാരിക്കാൻ, പ്രാർത്ഥിക്കാൻ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വരുന്നതിന്റെ ഒരു ലക്ഷ്യം എന്താണ്? വിശ്വാസം. വിശ്വാസം പഠിക്കുക, വിശ്വാസം വളരുക, വിശ്വാസ പരിശീലനം, അഡൽസ് കാറ്റക്കിസം നിങ്ങൾ നടക്കുകയാണ് ഇവിടെ എല്ലാ ബുധനാഴ്ചയും. ശരിക്കും വചനം കേൾക്കുകയാണ്, സഭയുടെ പ്രബോധനങ്ങൾ കേൾക്കുകയാണ്. എന്തിനാണ് ഒരു വ്യക്തി വിശ്വാസം പഠിക്കുന്നത്? പറയാവോ? നിങ്ങളുടെ പിള്ളേരെ ചോദിക്കുക, അല്ലെ കൊച്ചുമക്കൾ ചോദിക്കുക, എന്തിനാ അമ്മ എല്ലാ ഞായറാഴ്ചയും വേദപാഠത്തിന് പോകുന്നേ? എന്തിനാ വിശ്വാസം പഠിക്കുന്നേ? പറയാവോ? നിങ്ങൾ മറക്കാതിരിക്കുക. ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു തരാം, മനസ്സ് കുറിച്ചിട്ടോണോ. എനിക്ക് നന്നായി ജീവിക്കുന്നതിനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വിശ്വാസം പരിശീലിക്കുന്നത്. ഒന്ന്, ഇതെനിക്ക് ജീവിക്കാനാണ്. 2, ഇത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ, ഇത് പകർന്നു കൊടുക്കാനാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 166 ഖണ്ഡിക വിശ്വാസത്തിന് നൽകുന്ന സുന്ദരമായ ഒരു വ്യാഖ്യാനം ഇതാണ്: ദൈവത്തിന്റെ വിളിക്ക് ഒരു മനുഷ്യൻ അവന്റെ ജീവിതം കൊണ്ട് നൽകുന്ന മറുപടിയാണ്, പ്രത്യുത്തരമാണ് വിശ്വാസം. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒരുമിച്ച് പറയുന്നു: ദൈവത്തിന്റെ വിളിക്ക്
ഒരു മനുഷ്യൻ അവന്റെ ജീവിതം കൊണ്ട് നൽകുന്ന പ്രത്യുത്തരമാണ് അഥവാ മറുപടിയാണ് വിശ്വാസം. കൈവീശിക്കൊണ്ട് ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. കൈ കാത്തിട്ടു. വിശുദ്ധ ഗ്രന്ഥത്തിൽ സഭ വിശ്വാസി എന്ന് ആരെയൊക്കെ പേര് വിളിക്കുന്നു അവരുടെ എല്ലാം ജീവിതം എടുക്കുക, ദൈവത്തിന്റെ വിളിക്ക് ജീവിതം കൊണ്ട് മറുപടി കൊടുത്തവരാണവർ. പൂർവ്വപിതാവായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, പ്രവാചകന്മാര്, രാജാക്കന്മാര്, ന്യായാധിപന്മാര്, പുതിയ നിയമത്തിലെ വന്നാൽ സ്നാപക യോഹന്നാൻ, പരിശുദ്ധ അമ്മ, 12 അപ്പസ്തോലന്മാര്, ആദിമ സഭ, ഈ ചുറ്റുമിരിക്കുന്ന വിശുദ്ധർ, ആരെയും എടുത്തു നോക്കിക്കോ, ദൈവത്തിന്റെ വിളിക്ക് ജീവിതം കൊണ്ട് പ്രത്യുത്തരം നൽകിയവരാണ് വിശ്വാസികൾ. അപ്പൊ എന്റെ കുടുംബ ജീവിതത്തിൽ ഈ വിശ്വാസത്തിന്റെ പ്രസക്തി എന്താണ്? ആരാണ് വിശ്വാസി? 1 തിമോത്തി 5:8 മനസ്സ് കുറിച്ചിടണോ? 1 തിമോത്തി 5:8 ഒരുവൻ തന്റെ സ്വന്തക്കാരുടെയും വിശിഷ്യ തന്റെ കുടുംബാംഗങ്ങളുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ്. വളരെ ഉയർത്തുകയും വചനമേറ്റു പറയുന്നു, ഒരുവൻ തന്റെ സ്വന്തക്കാരുടെയും വിശിഷ്യ കുടുംബ അംഗങ്ങളുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ്. കരവീശി ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. അപ്പോസ്തലൻ പറഞ്ഞു വെക്കുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള നിലകൊള്ളലാണ്. എന്റെ ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ എനിക്കാകുമ്പോ, എന്റെ മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ മാതാപിതാക്കൾക്കാകുമ്പോ, എന്റെ മാതാപിതാക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ നമുക്കാകുമ്പോഴാ അത് വിശ്വാസത്തിന്റെ ജീവിതമായിട്ട് മാറണേ. എനിക്ക് 3 മക്കളാവണേ, കുഞ്ഞുങ്ങൾ. ഞാനിതെല്ലാം പൂർത്തിയാക്കി നിങ്ങളോട് പ്രസംഗിക്കുന്നു എന്ന് കരുതരുത്. ഞാൻ എന്റെ കുടുംബത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്റെ അപ്പനും അമ്മയും എനിക്ക് തന്ന വിശ്വാസം എന്റെ 3 കുഞ്ഞുങ്ങൾക്ക് കറയില്ലാതെ കൈമാറാൻ നേരിടുന്ന പ്രതിസന്ധിയാണ്. ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ ഇളയ മോക്ക് 4 വയസ്സ് പ്രായം ഉണ്ടായിരുന്നപ്പോ ഞങ്ങള് ഒരു ദിവസം തറവാട്ടിൽ പോയി. 3 കിലോമീറ്റർ അകലെയാണ് തറവാട്. അവിടെ ചെന്ന് വല്യമ്മയുടെ കൂടെ സന്ധ്യാപ്രാർത്ഥനയും കഴിഞ്ഞ് അത്താഴവും വിളിച്ച് തിരിച്ചു പോരാൻ നേരത്ത് എന്റെ അപ്പച്ചന്റെ അനിയൻ എന്റെ 2ാമത്തെ മോള് ക്രിസ്റ്റിയോട് ചോദിച്ചു, എടി നിന്റെ പപ്പായ്ക്ക് എന്നാടി ജോലി? അന്നേരം അവള് പറഞ്ഞു, ചാച്ചാച്ച ഞങ്ങളുടെ പപ്പായ്ക്ക് ഒരു വലിയ ജോലിയുണ്ട്. എല്ലാരും ആകാംക്ഷ, ഇതെന്നാ ഇവന്റെ ജോലി എന്നാന്നറിയാൻ. അന്നേരം ഒന്നോട് ചോദിച്ചു, എന്നാടിയാ ജോലി? അവള് പറഞ്ഞു, ഞങ്ങളുടെ പപ്പായുടെ ജോലി പോക്കും വരുക, രാവിലെ പോകും രാത്രി വരും. അടുത്തുനിന്ന് എന്റെ ഭാര്യ കാലെ ചവിട്ടി കേട്ടോളാൻ പറഞ്ഞു. ഞാൻ മനസ്സ് പറഞ്ഞു, വീട്ടിലോട് പാടി ഞാൻ മനസ്സിലാക്കാൻ നിന്റെ അപ്പൻ ചുമ്മാ പോകണതല്ല. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥവും ബൈബിളും 2ാം വത്തിക്കാൻ കൗൺസിൽ ഡിക്രിയും സഭയുടെ പ്രബോധനങ്ങളും ഒക്കെ ബാഗിൽ തള്ളിക്കയറ്റി പോകുന്നത് ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടിയാണെന്ന് പറയണമെന്ന് എന്റെ മനസ്സിൽ തോന്നി. വീട്ടിൽ വന്ന് രാത്രി പ്രാർത്ഥനയുടെ സമയത്ത് എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, മിണ്ടാൻ പാടില്ല. കാരണം എന്റെ 4 വയസ്സുകാര് ക്രിസ്റ്റിക്ക് വേണ്ടത് ഒരു ഇന്റർനാഷണൽ പ്രീച്ചറെ അല്ല. അവക്ക് വേണ്ടത് ആ 4 വയസ്സ് പ്രായത്തിലേക്ക് ഇറങ്ങി വന്ന്
അവക്ക് മീശ പിരിക്കാനും, അവക്ക് കവളെ കടിക്കാനും, അവക്ക് കുട്ടപ്പുറം കയറാനും, അവളെ കഞ്ഞിയും കറി വെക്കുന്ന പഠിപ്പിക്കാനും, അവളെ സൈക്കിൾ കയറ്റം പഠിപ്പിക്കാനും, അവക്ക് കൂട്ടുകൂടാനും അവളുടെ പ്രായത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു 4.5 വയസ്സുകാരൻ അപ്പനെയാണ് എന്റെ കൃഷിക്ക് വേണ്ടത്. തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഞാനൊരു ഇന്റർനാഷണൽ പ്രീച്ചറും അല്ല, ഫുൾ ടൈം ശുശ്രൂഷകനും അല്ല കേട്ടോ. ഞാൻ സാധാ കർഷകനാണ്. സ്നേഹമുള്ളവരെ, എന്റെ മാതാപിതാക്കൾ എനിക്ക് തന്ന വിശ്വാസം അത് എനിക്ക് കൈമാറി കൊടുക്കാൻ എന്റെ മക്കളിലേക്ക് ആകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. കത്തോലിക്ക സഭയ്ക്ക് 2000 വർഷത്തിലധികമുള്ള പാരമ്പര്യമുണ്ടെന്ന് നമ്മൾ അഭിമാനിക്കുമ്പോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അതിന്റെ പിന്നിലുള്ള കാരണത്തിന്റെ മുഴുവൻ ക്രെഡിറ്റിനും കാരണം കത്തോലിക്ക സഭ ശക്തമായി കാത്തു സൂക്ഷിച്ച കുടുംബ പ്രാർത്ഥനയുടെ കരുത്താണ്. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഇന്ന് കുടുംബത്തിൽ വേണ്ടതുപോലെ വിശ്വാസ പരിശീലനം നടക്കുന്നില്ലെങ്കിൽ അതിന് കാരണം കുടുംബ പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തിന്റെ വില തലമുറയോട് വിളിച്ചു പറയാൻ മാതാപിതാക്കൾ ചങ്കൂറ്റം കാണിക്കാത്തത് കൊണ്ട് മാത്രമാണ്.